ഇന്ന് ഞങ്ങളുടെ തറവാട്ടിൽ ഞങ്ങളെല്ലാ ടീംസുകളും കൂടിയ ദിവസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നൊരു പറമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. കാട് പിടിച്ചൊരു പറമ്പായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയന്നിട്ടുള്ളൊരു പറമ്പായിരുന്നു. ഈ പറമ്പിൻ്റെ അറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അതിലൊരു ശശി എന്ന് പറഞ്ഞ ചേട്ടൻ വീണ് മരിച്ചതിന് ശേഷം ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ശശിയേണ്ട പ്രേതം വരും, ശശിയേണ്ട പ്രേതം വരും എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആ പറമ്പിലാണ് പിള്ളേരെ കൂടി ഓടിക്കളിക്കുന്നത്. ശരിക്കും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഓടിക്കളിച്ചിരുന്ന ഓർമ്മകളാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വന്നതിട്ടാ. അവർ പേടിയില്ലാണ്ട് ഓടിക്കളിക്കുന്നു. പറമ്പിന് ഒരുപാട് കഥകൾ പറയാണ്ട്. എന്താണെന്നറിയോ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങൾ ഓടിക്കളിച്ച പറമ്പാണ്. ഇവിടെ ആകെ ഈ ഒരു പറമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ എല്ലാ വികൃതികളും എടുത്തിട്ടുള്ള പറമ്പാണ്. പക്ഷെ ഇപ്പോൾ പ്ലോട്ട് ഫോർ സെയിലാകണ്ട മുറിച്ച് കച്ചവടത്തിനിട്ടിരിക്കുന്നുണ്ടാ. പക്ഷെ ഭയങ്കര സങ്കടം ഉണ്ട് ഇത് കാണുമ്പോൾ. ശരിക്കും സങ്കടമുണ്ട്. അതായത് നല്ലൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഇപ്പം നോക്കിയേ, റോഡ് പോലെ ഇട്ടിട്ട് ചുറ്റും കുറേയൊക്കെ കച്ചവടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ ഓടിക്കളിക്കുന്നത് കാണുമ്പോഴേ ഭയങ്കര സന്തോഷം. ഞങ്ങൾ കളിച്ച പോലെ ഇവരെല്ലാവരും ഇവിടെ ഓടിക്കളിക്കുക. ശരിക്കും അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാട്ടാ. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. അതായത് നമ്മുടെ അച്ഛനമ്മമാർ കളിച്ച വളർന്ന സ്ഥലത്ത് നമ്മൾ കളിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നൊരു സന്തോഷം. ഇപ്പോൾ ആ സന്തോഷം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പം നൊസ്റ്റുവിന് വേണ്ടിയിട്ടിരിക്കുക. ബദാം കുത്തിപ്പൊട്ടിക്കാൻ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളിവിടെ കളിക്കാൻ പോവാണ് കേട്ടാ. വെക്കേഷൻ അയ്യോ, ബദാം മുഴുവൻ ഫ്രൂട്ട് സലാഡായി. ചതഞ്ഞു പോയി ഇടിയുടെ പവറേ. എടി, നിങ്ങളെ കൂടെ ബുക്കാറാണോടി? അമ്മി കൊത്താറുണ്ടോ? നിശ്ചയിച്ചിങ്ങോട്ട് നോക്കടി. അമ്മി കൊത്താനുണ്ടോ? ആഞ്ഞാഞ്ഞു കുത്തുകയാണ് ഗൈസ്. മത്സരം ആഞ്ഞാഞ്ഞു കുത്തുകയാണ്. തലക്കടിച്ച് കൊല്ലുകയാണ് അവിടെ. എന്തൊട്ട് ശിവ കാണിങ്ങനെ പുട്ടുകുത്തേ. ഇവിടെ കുഞ്ഞിക്കുരുവികൾ മുഴുവൻ കുത്തുകയാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ആൽമണ്ട്? പീലു എന്താണ് പറയാനുള്ളത് ഞങ്ങക്ക്? ചോട്ടൂന് എന്താണ് പറയാനുള്ളത്? ചോട്ടു ഇവിടെ ആഞ്ഞാഞ്ഞു കുത്തുകയാണ് കേട്ടാ. കല്ല് കയ്യിൽ കുത്തണ്ടാട്ടാ, ശ്രദ്ധിച്ച് ചെയ്യണട്ടാ. ഓരോ ചൂടും ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപകട സാധ്യത മേഖലയാണ്, കല്ലെടുക്കരുത്. ചോട്ടു കല്ല് മാറ്റി പതുക്കെ കുത്ത്, കൈ വെക്കാണ്ട്. അവസാനം കുത്തി സുബ്രുവിന് കിട്ടിയിരിക്കുകയാണ്. സുബ്രു ഒരുപാട് കുത്താൻ പറ്റില്ല, അപ്പൊ ചതഞ്ഞു പോവത്. കുറച്ച് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യേ, പൂവർ ഗൈ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, കയ്യിൽ ഉരച്ചു കഴിഞ്ഞാലേ ചുവപ്പ് കളറാവും. നല്ല പോലെ ഉരച്ചു കഴിഞ്ഞാൽ ചുവപ്പ് കളറാവും. ചുവപ്പ് കളറാവും. ഇപ്പൊ
ആയില്ലല്ലോ, പച്ച കളർ ആയില്ലേ? മതി, അതിലൊരു കളർ മതി, ഓഫാക്കി. പറമ്പിന് ഒരുപാട് കഥകൾ പറയാണ്ടിട്ടെ. ഞങ്ങളുടെ എല്ലാം കുട്ടിപ്രായം ഏറ്റവും അടിപൊളിയായിട്ടുള്ള കുട്ടിക്കാലം ചിലപ്പോൾ ഞങ്ങളുടെയാണ് ഞങ്ങൾക്ക് തോന്നാറുണ്ടായിരുന്നു കേട്ടോ. അത്ര നല്ല കുട്ടിക്കാലമായിരുന്നു ഞങ്ങളുടെ. അമ്മ പിടിച്ചൂടെ കമന്റ് അഖില ഇനി നിനക്ക് തരില്ല ചാൻസ്. മുച്ചണ്ടേ നിനക്ക് ഇൻഷുറൻസ് ഇല്ലാട്ടില്ലേ? ചേച്ചി ഇനി ബാങ്കിൽ നിന്ന് കടം കൊടുക്കണ്ടോ? നല്ല രീതിയിൽ ഇടാൻ അറിയാം, പിടിക്കാൻ അറിയാത്ത. അവസാനം നിർത്തി പിടിക്കാൻ സുഖ പിടിന്ന് പറയുമ്പോ ഇങ്ങനെ പിടിക്കാലോ. വീഡിയോ എടുത്തോണ്ടിരിക്കണോടി കുട്ടി ഫോമിലായി. വെള്ളം കോരല് ഇത് വിട്ടു. കുട്ടിച്ചിട്ട് കളിക്കണേ, തോൽക്കണ അമ്മയ്ക്ക് പടം വരലേ, താമര കോരല്, മൊത്തത്തില് മുട്ടി കൂടെ ചോർന്നെടുക്കുക. അപ്പൊ അതിൻ്റെ കൂടെ ചോർത്ത മറ്റേ ചോർത്ത മറ്റേ പിടിക്കുന്നതിന്റെ പൊതു ചോർത്ത മറ്റേ ഇടുക്കുമ്പോ ജനങ്ങാൻ പാടില്ല കേട്ടോ. മൂത്തിക്കണ്ട സൂര്യൻ ചെന്നൂത്ത് വരാ. ഇഡലി 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 കുറേ നാൾക്ക് ശേഷം കല്ല് കളിക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. കാരണം കൈയൊന്നും അങ്ങോട്ട് വഴങ്ങാത്തൊരവസ്ഥ. 2 വാര കളിക്കാനുള്ള പരിപാടിയായിരുന്നു. അതായത് 2 ഈശ കല്ലിടുന്ന ഒരു കളി. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഹിറ്റ് കളി ഞങ്ങളുടെ കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കല്ല് അത്രയും കിട്ടിയില്ല. ആ സ്ഥലത്ത് ആരോ മെറ്റലടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങൾ ഈ 5 കല്ലെടുത്തിട്ട് വന്നത്. അപ്പോൾ ഈ നാട്ടുകാർ മുഴുവൻ ഇനി പറഞ്ഞു കൊടുക്കണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ കല്ല് വാരാൻ നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും അകലെ വെറുക്കെടുത്ത് നടക്കാൻ തുടങ്ങി. വെറുക്കിൻ്റെ ആശാത്തിയാണ് കേട്ടോ അവൾ. ചെറുപ്പം മുതലേ അവൾക്ക് മാത്രം ആ ഒരു ശീലം ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് നേരം ക്യാച്ചറൊക്കെ ആയി കഴിഞ്ഞാൽ അവൾ പിന്നെ കളിക്കില്ല പറഞ്ഞ് പിണങ്ങിപ്പോവും. അപ്പോൾ ഞങ്ങളൊക്കെ വാടി ഞങ്ങൾ ക്യാച്ചറാവെന്ന് പറഞ്ഞ് വിളിക്കും. അതായിരുന്നു പണ്ടത്തെ സ്വഭാവം. അതേ സ്വഭാവം തന്നെ 2 കുട്ടികളുടെ അമ്മയായിട്ടും അവൾ എടുത്തുകൊണ്ടിരിക്കണേ. ഞങ്ങൾ കുറേ പ്രാവശ്യം ക്ഷമിച്ചു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇനി പറ്റില്ല എന്ന് പറഞ്ഞു. അവൾ അവസാനം ഇരുന്നിട്ടും അവൾ കളിയിൽ കയറേണ്ട വഴിയില്ല. അപ്പോൾ തന്നെ ആൾ എണീറ്റ് പോകാൻ തുടങ്ങിയിട്ടാണ്. ഞാനാണെങ്കിൽ കളിയിൽ ഇൻട്രസ്റ്റിൽ അങ്ങനെ കളിച്ച് മരിക്കുകയാണ് കേട്ടാ. കുറേ നേരം കളിച്ചു. പക്ഷേ എനിക്ക് ഒരു കളി അവസാനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ സൂക്ഷിച്ചിട്ടുള്ള കളികളായിരുന്നു. വാരുമ്പോഴൊക്കെ സൂക്ഷിച്ചു. കൈ നല്ല പോലെ ആ റോട്ടിൽ ഒരയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരയിലൊക്കെ സഹിച്ച് പിടിച്ചിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഇതൊന്നൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രായത്തിൻ്റേതാണോ എന്നറിയില്ല, ചെറിയ കൈക്കൊക്കെ ഒരു അസ്കിത പോലെ. കുറച്ച് നേരം കളിച്ചപ്പോഴേക്കും ഇരുന്നോടത്തുള്ള ചൂട് സഹിക്കാൻ പറ്റാണ്ടായി എണീറ്റ് പോന്നു കേട്ടാ. ശരിക്കും ഇടയ്ക്കെങ്കിലൊക്കെ ഇങ്ങനെ നമ്മുടെ ബാല്യകാല കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഇതൊക്കെ ഓർത്തെടുക്കണമെന്ന് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ നോസ്റ്റു, കല്ലുകളി, കവടിക്കളി, അതുപോലെ 2 പെട്ടി, MRS. അപ്പോൾ അഖിലനെ ഞങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കട്ടാ. ഇതിൽ തോക്കുമ്പോഴാണ് ആൾ അവിടെ ഇട്ടിട്ട് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വിളിക്കാമെന്നില്ല കേട്ടാ. ഒരൊറ്റ പോക്കായിരുന്നു ആശാൻ. കളി കഴിഞ്ഞതാ കല്ല് പോയപ്പോൾ മാന്തൽ കഴിഞ്ഞിട്ട് ആൾ രക്ഷപ്പെടുകയാണ്. ഞാൻ ഇല്ലതാ പോണ് പിണങ്ങി പോവാണ് കേട്ടാ. ഇത് പണ്ടേ തൊട്ടുള്ളതിൻ്റെ ശീലമാണ്, ഒരു മാറ്റവും ഇല്ല. ഞാൻ വിചാരിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഇല്ലാണ്ടിരിക്കുന്ന എനിക്കോ എന്ന്. പക്ഷേ ഇരിക്കണ ഒരെണ്ണത്തിനൊരു മാറ്റവും വന്നിട്ടില്ല കേട്ടാ. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നമുക്ക് കല്ല് കളിച്ചാലോ എന്ന് പറയുമ്പോഴേക്കും ഒക്കെ കൂടി ചാടി ഓടിയിട്ടാണ് വരുന്നത്.
ശരിക്കും പറഞ്ഞാൽ കൂട് തുറന്ന് വിട്ടൊരു ഫീൽ ഇട്ടാ. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ആരും ഒരു റൂൾസും മറന്നിട്ടില്ല. കുറച്ചൊക്കെ റൂൾസൊക്കെ ഞങ്ങളിങ്ങനെ പൊടി തട്ടി എടുക്കേണ്ടി വന്നു. കുറേ വർഷമായില്ലേ ശരിക്കും ഇതൊക്കെ ഒന്ന് കളിച്ചിട്ട്. കുറേ നേരം ഞങ്ങളങ്ങനെ വെയിൽ താഴുന്ന വരെ കളിച്ചുട്ടാ. പിന്നെ ചൂട് കൂടി വന്നപ്പോൾ ഞങ്ങൾ സഹിക്കാൻ പറ്റാത്ത കാരണം എണീറ്റ് പോരണ്ടായി. കുട്ടികൾ അവിടെ കിടന്ന് തകർക്കായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു ദിവസം അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടിയിട്ടുള്ള ഈ ഒരു ദിവസം ആരും മറക്കാൻ സാധ്യതയില്ല.